കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിറ്റിട്ട് കോടീശ്വരന്മാരിൽ കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബിൽ ഗേറ്റ്സ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥനാണ് ബിൽ ഗേറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളുമാണ്. അതിന് താഴെ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇപ്രകാരമാണ്: ബിൽ ഗേറ്റ്സ് പദ്ധതി ഇടുന്നത് അദ്ദേഹം 99% സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യം മുഴുവനും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സംഭാവന ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ 1% മാത്രം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള വഴി കണ്ടെത്തുകയും അവർ സ്വയമായിട്ട് വിജയിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് കോടീശ്വരന്മാർ ലോകത്തിലുണ്ട്. അവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അവർ ചാരിറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നും അവർ കരുതി വെച്ചിട്ടില്ല. അവർക്ക് കോടികളില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അവരുടെ മക്കളും അതിൻ്റെ വിയർപ്പിൻ്റെ വില മനസ്സിലാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, പണക്കാരും പ്രമാണിമാരും, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം സമ്പാദിച്ച് അവരുടെ മക്കൾ വലുതാകുമ്പോൾ അത് ദൂർത്തടിച്ച് കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് ചൂത് കളിച്ച് ഒക്കെ കളയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മക്കൾക്ക് അതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ അവരും വേർത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതുണ്ടാക്കി അത് ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും അനുഭവിക്കണം. കൈ നനയാതെ മീൻ പിടിക്കുന്ന പോലെയാണ് മക്കളുടെ കയ്യിലോട്ട് മാതാപിതാക്കൾ സ്വത്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് തോന്നുന്നത്. എല്ലാ മക്കളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അതിന് മൂല്യവും അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കുന്ന മക്കളുണ്ട്, അത് മനസ്സിലാക്കാത്ത മക്കളുമുണ്ട്. 90% മക്കളും അത് ദൂർത്തടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അപ്പൻ്റെ പൈസയില്ലേ, അത് ആർക്കും വെറുതെ കൊടുക്കാനും കഴിയില്ല, അത് തിന്നാനും കഴിയില്ല. അപ്പോൾ ദൂർത്തടിക്കാനേ പറ്റുള്ളൂ. അതാണിപ്പോൾ പണക്കാരുടെ വീട്ടിൽ പൊതുവേ കണ്ടുവരുന്നത്. പണക്കാരുടെ വീട്ടിലിരിക്കുന്ന മക്കളാണ് സമൂഹത്തിലെ ഏറ്റവും മൂല്യച്യുതി വന്നിട്ടുള്ള ആളുകൾ. എല്ലാവിധ തിന്മയും ചെയ്യുന്നത് അവരാണ്. ബലാത്സംഗം, പീഡനം, അണ്ടർവേൾഡ് മാഫിയ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗം, മയക്കുമരുന്ന് കച്ചവടം, കള്ളക്കടത്ത്, ഇതെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിനോദമാണ്. അത് സാധാരണക്കാരുടെ മക്കളും ചെയ്യുന്ന കാര്യമല്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനോടുള്ള അമിതമായിട്ടുള്ള മോഹം. പണം എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്നുള്ള ഒരു വിചാരം, അല്ലെങ്കിൽ പണമാണ് ജീവിതത്തിൻ്റെ തുടക്കം അവസാനം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഒരു സാഹചര്യം, ഭൗതികവാദ ചിന്താഗതി മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പണം ഒരുപാട് സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അങ്ങ് അടിപൊളിയാക്കാമെന്നുള്ള വ്യർത്ഥമായിട്ടുള്ള ചിന്താഗതി, അല്ലെങ്കിൽ പണം ഒരുപാട് സമ്പാദിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി. ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്, എന്നല്ലാതെ 100% ശരിയല്ല. കുറേ സ്വത്തും മുതലും പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കിട്ടില്ല. ബിൽ ഗേറ്റ്സിനെ പോലുള്ള ആളുകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.